അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അവരെ ഓഫീസിലേക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് DGPയോട് അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ മാസം 21-ാം തീയതി ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. എന്നാൽ പൂരം കുളമാക്കിയതിന് പിന്നിൽ MR അജിത് കുമാറിന് പങ്കുണ്ടെന്ന വെളിപ്പെടുത്തലുകളും പുറത്തുവന്നു. CPI അടക്കം സർക്കാർ പറഞ്ഞു പറ്റിക്കുകയാണോ ചെയ്തതെന്ന സംശയമാണ് ഉയരുന്നത്. അപ്പം മൊഴിയെടുക്കൽ പ്രഹസനം നടത്തിയ റിപ്പോർട്ട് ആരോ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ തന്നെ നേരിട്ട് ഒരു പരാതി, വിവരാവകാശ നിയമപ്രകാരമുള്ള ഒരു പരാതി അപേക്ഷ നൽകാൻ തീരുമാനിച്ചിരിക്കുക. മുന്നണിക്കുള്ളിൽ നിന്ന് സർക്കാരിനെതിരെ വിമർശനം കടുക്കുമ്പോഴാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരാവകാശ മറുപടി പുറത്തു വന്നത്. പിന്നാലെ പൂരം അലങ്കോലമാക്കിയതിൽ അന്വേഷണം നടക്കുന്നില്ലെന്ന വിവരാവകാശ മറുപടി നൽകിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാനാണ് ശ്രമം. പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും NRI സെൽ DYSPയുമായ MS സന്തോഷിനെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്തത്. അതേസമയം പൂരം കലക്കിയതിന് പിന്നിൽ മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവന്ന പുതിയ വിവരങ്ങളെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അന്വേഷണം നടത്തുന്നു എന്ന് പുറമേ പറയുകയും എന്നാൽ നടത്താതിരിക്കുകയും ചെയ്യും. ഇതിപ്പോൾ മുഖ്യമന്ത്രി എല്ലാവരും വഞ്ചിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതോടെ ഒരു കാര്യം വ്യക്തമായി, പൂരം കലക്കിയത് മുഖ്യമന്ത്രിയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. CPI നിലപാട് കടുപ്പിക്കുമ്പോൾ മൗനത്തിലാണ് CPM നേതൃത്വം. ഗവൺമെന്റ് സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. എല്ലാ പഴുതുകളും അടച്ച് നടപടി സ്വീകരിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. പോലീസിന് മൊഴി നൽകിയിരുന്നുവെന്നും അന്വേഷണ പുരോഗതിയെക്കുറിച്ച് അറിയില്ലെന്നും തിരുവമ്പാടി ദേവസ്വം. മൊഴിയിൽ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തു. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ്. ജുഡീഷ്യൽ പദവിയുള്ള ആളെ കൊണ്ട് സമയബന്ധിതമായി അന്വേഷണം നടത്തണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. സമയബന്ധിതമായി അടുത്ത പൂരം വരെയൊന്നും പോകരുത്. അതിന് യോഗ്യനായ ഒരാളെ കൊണ്ട് ആ സത്യം മൂടി വെക്കപ്പെടില്ല എന്ന് പറയുന്ന അന്വേഷണം വേണം. വിവാദങ്ങളിൽ മൗനം തുടരുന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം നാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. 11-നാണ് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.